ഭക്ഷണം കഴിക്കണമെങ്കിൽ ടി വി കാണണം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നത് വരെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഫോൺ വേണം, അതുണ്ടെങ്കിൽ മാത്രമേ സെറ്റിൽ ആവുള്ളൂ എന്നുള്ള സിറ്റുവേഷൻസ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ ഒരു വീട്ടിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. പാരൻസ് പൊതുവെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് പറയുന്നതും ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല എന്നുള്ളതാണ് ജനറലി പാരൻസ് പറയുന്ന മറ്റൊരു കാര്യം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുട്ടി ഈ സ്ക്രീനിൽ അഡിക്റ്റ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ കുട്ടികൾ സ്ക്രീനിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ തിരിച്ച് കുട്ടികളെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, കുറച്ച് കാര്യങ്ങളെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഈ ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ട് എടുക്കരുത്, തീർച്ചയായും ഇത് കംപ്ലീറ്റ് കാണണം. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യണം. ഇതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഈ അടുത്തൊരു സ്റ്റഡീസ് നടന്നപ്പം അതിൽ റിവീൽ ചെയ്തിരിക്കുന്ന കാര്യം ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. 2 വയസ്സിന് കൂടുതലുള്ള കുട്ടികൾ 3 മണിക്കൂറിൽ കൂടുതൽ ഫോൺ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസും അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വന്ന രോഗികളുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് പ്രായം ചെന്നല്ലേ 60-ലോ 70-ലോ 80-കളിലൊക്കെ ഉണ്ടാവേണ്ട ഡിമെൻഷ്യയും അല്ലെങ്കിൽ അൽഷിമേഴ്സും പോലുള്ള അസുഖങ്ങൾ കുട്ടികളിൽ 15 വയസ്സിനിടയിലോ അല്ലെങ്കിൽ 30 വയസ്സിനിടയിലോ തന്നെ കാണാൻ ചാൻസസ് ഉണ്ട് എന്നാണ് ഈ സ്റ്റഡിയിൽ റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ പാരൻസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിജിറ്റൽ ബൗണ്ടറീസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ആ ഒരു ഡിജിറ്റൽ ഡിസാസ്റ്ററിനെ ഒരു പക്ഷെ നമുക്ക് തടയാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മുമ്പോട്ട് കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം. കുട്ടികൾക്ക് ഒരു ഡിജിറ്റൽ ഡിപ്പെൻഡൻസി അഥവാ സ്ക്രീൻ അഡിക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ എളുപ്പമാണ് സോഷ്യൽ ആക്ടിവിറ്റീസ് കുറയുക, മറ്റു കുട്ടികളുമായിട്ട് പുറത്തു പോയി കളിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് മിങ്കിൾ ചെയ്യാനോ ഒക്കെ ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കുക, പഠിത്തത്തിന് പുറകോട്ട് പോവുക, ഉറക്കക്കുറവ് ഉണ്ടാവുക, ഭക്ഷണത്തിനോട് വിരക്തി ഉണ്ടാവുക, ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളിലേക്കൊന്നും താല്പര്യം ഇല്ലായ്മ വരുന്നു, കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞു പോകുന്നു, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ ഭയങ്കര ടാൻട്രം മെൽറ്റൗൺസ് ഉണ്ടാകുന്നുണ്ട്, എത്രയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടി ഒരു ഡിജിറ്റൽ ഡിപ്പെൻഡൻസിയിലേക്ക് പോകുന്ന വഴിയായിരിക്കാം. നമുക്ക് എല്ലാ കാര്യവും അത് തന്നെയാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂറൊക്കെ ഒരു കുട്ടി ഒരു സ്ക്രീൻ ടൈം കാണുന്നുണ്ട്, 4 മണിക്കൂറൊക്കെ ഡെയിലി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മൾ ചില ബൗണ്ടറീസ് ഉറപ്പായിട്ടും സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ഉള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എത്തുന്നതല്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഫോണിനെ ഒരു റിവാർഡ് പോലെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കുട്ടിയായിട്ട് കരയാതിരിക്കുകയാണെങ്കിൽ ഫോൺ തരാമെന്ന് പറയും, വാശി പിടിക്കാതിരിക്കുകയാണെങ്കിൽ ഫോൺ തരാമെന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേറെ ചെയ്യാനുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ അവരൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കും. അപ്പം ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി റിസീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ അല്ലെങ്കിൽ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു റിവാർഡാണ്. അപ്പൊ റിവാർഡ് കിട്ടുമ്പോഴേക്കും ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡോപ്പമിന്റെ ലെവൽ ഇങ്ങനെ കൂട്ടാൻ തുടങ്ങും, ഡോപ്പമിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ സ്ക്രീനിന്റെ കാര്യം വരുമ്പോഴേക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ആയിരിക്കും. ഇങ്ങനെ മാറി മാറി വരുന്ന നോൺ സ്റ്റോപ്പ് വിഷ്വൽസ് ഉണ്ടാവും, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി മറ്റെന്ത് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ബോറിംഗ് ആണ്, അതിനൊന്നും അത്ര ഫണ്ണില്ല. ഈ സ്ക്രീൻ ടൈമിന് കൊടുക്കുന്നത്ര സാറ്റിസ്ഫാക്ഷൻ മറ്റൊന്നിനും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതെല്ലാം ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയും. അപ്പോൾ ബോറിംഗ് ആണെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പ്രശ്നം വരുന്നത് പാരൻസ് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ ബോറടിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഫോൺ ടൈം കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു അഡിക്ഷൻ ആയിട്ട് വീണ്ടും കുട്ടികൾക്ക് റിവാർഡ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? നമ്മൾ പാരൻസ് പൊതുവെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഓവറായിട്ട് ഫോൺ കാണുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ സഡൻ നമ്മൾ ഈ സംഭവം എടുത്തങ്ങ് ബാൻ ചെയ്ത് കളയും. അതായത് ഇന്ന് മുതൽ നിനക്ക് ഫോണില്ല, ഒരാഴ്ചത്തേക്ക് നിന്റെ ഫോൺ അല്ലെങ്കിൽ നിന്റെ TV ടൈം കംപ്ലീറ്റ് കട്ടാക്കി നീ കുറേ കാര്യങ്ങൾ, അതായത് നമ്മളൊരു ലിസ്റ്റും കൊടുക്കും, ഇത്രയും സംഭവങ്ങൾ ചെയ്തെങ്കിൽ മാത്രമാണ് നിനക്ക് ഇനി ഫോൺ തരത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങൾ ചെയ്തില്ലെങ്കിൽ
ഇനി നീ ഫോണേ കാണില്ല എന്ന് പറഞ്ഞ് വലിയൊരു പ്രോബ്ലത്തിലേക്ക് കുട്ടികളെയും കൊണ്ട് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളും ആ വലിയൊരു പ്രോബ്ലത്തിന്റെ ഭാഗമായി മാറും. ഡെയിലി 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈമിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പിറ്റേ ദിവസം മുതൽ 0 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാവും എത്ര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണതെന്ന്. കാരണം നിങ്ങൾക്ക് തന്നെ ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂറായിരിക്കും ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ മുതൽ ഫോണേ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണോ? അല്ലെങ്കിൽ എൻ്റെ അവേഴ്സിനെ 5 മണിക്കൂറിന് 4 മണിക്കൂറാക്കാനും അവിടെ നിന്ന് 3 ആക്കാനും 2 ആക്കാനും എനിക്ക് പറ്റുവാണെങ്കിൽ അതായിരിക്കും ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ എന്ന് നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കോൺസിക്വൻസസ് കൊടുക്കുന്നതും ഒഴിവാക്കിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കാൻ നോക്കുക. കാരണം ബ്രെയിൻ ഓൾറെഡി ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്, ഇതുപോലെയുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടണം, ഇത്ര മണിക്കൂറാണ് ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല. ബ്രെയിനിനെ റീട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ആക്ടിവിറ്റികൾ കണ്ടുപിടിച്ച് കുട്ടികളെ മാറ്റിയെടുക്കാനേ നമുക്കിവിടെ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ടൈമോ അല്ലെങ്കിൽ TV ടൈമോ ഇതുപോലുള്ള ടൈമുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കാണിച്ചു കൊടുക്കുന്നത് വേറെയാണ്. പക്ഷേ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ നേരവും 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ 3 നേരവും മറ്റേ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഐപാഡോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ വെച്ച് കണ്ട് കഴിക്കുന്ന കുട്ടികളുണ്ട്. അത് ഭയങ്കര പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യാൻ നോക്കുക. ഇത് പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റില്ല, അവിടെ നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കാൻ തന്നെ ചെയ്യണം. ഇനി അതുപോലെ തന്നെ കുട്ടികൾ കരയുന്ന സമയത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നത്. ഇമോഷണൽ റെഗുലേഷൻ ആണ് അവിടെ പഠിക്കേണ്ടത്. ഉറപ്പായിട്ടും കുട്ടികൾ ഒരിക്കലും ഫോൺ അല്ല അവരെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഫോൺ അവരെ ഡിസ്റെഗുലേറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോൺ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എളുപ്പവഴി നോക്കുന്നതുകൊണ്ടാണ്. അവിടെ നമ്മൾ കുറച്ച് ടൈം അവരുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ റെഡി ആവണം. കുട്ടികൾക്ക് വേണ്ടത് നിങ്ങളുടെ ടൈമാണ്, അല്ലാതെ ഫോണല്ല. ഇനി എങ്ങനെയാണ് കുട്ടികളെ നമുക്കൊന്ന് ബാക്ക് ടു ട്രാക്കിലേക്ക് ആക്കാൻ പറ്റുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് പറയുക, അതായത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടു, കുറച്ച് ടെൻഷൻ ഉണ്ട്, കുറച്ച് വറീസ് ഉണ്ട്, അതായത് ഇന്ന മാറ്റങ്ങൾ, അതായത് നീ ഇങ്ങനെ 5 മണിക്കൂർ TV കാണുന്നു അല്ലെങ്കിൽ 3 മണിക്കൂർ കാണുന്നു, നീ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്രയും നേരം കാണുന്നു, ഇതൊക്കെ ശരിക്കും വറീസാണ്. ഇത് കാണുന്നത് കൊണ്ട് നിന്റെ ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നുണ്ട്, നിനക്ക് ഉറക്കത്തിനെ ബാധിക്കും, നിന്റെ പഠിത്തത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയും അച്ഛനും വറീഡ് ആയതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ശരിക്കും കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്ത് പ്ലാനാണ്? ഈ 4 മണിക്കൂർ TV കാണുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 3 മണിക്കൂറാക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് പിന്നത്തെ 1 മണിക്കൂറുണ്ടല്ലോ, ആ 1 മണിക്കൂർ നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യേണ്ടത്, എന്ത് ഇഷ്ടമുള്ള പരിപാടി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കുട്ടി പറയും, കുറച്ച് കാര്യങ്ങൾ നിങ്ങളും പറയും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഡിജിറ്റൽ ഹൈജീൻ റുട്ടീൻ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. എന്താണ് ഡിജിറ്റൽ ഹൈജീൻ റുട്ടീൻ എന്ന് പറയുന്നത്? ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം TV കാണുന്നില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം നമ്മളെ ആരും വീട്ടിൽ ഫോൺ കാണുന്നില്ല എന്നായിരിക്കും. വീട്ടിൽ അങ്ങനെയുള്ള ഒരു റൂളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. കുട്ടിക്കൊരു റൂള്, നമുക്കൊരു റൂള് എന്ന് പറയുമ്പോഴേക്കും അത് വലിയ ഇഷ്യൂയിലേക്ക് വീണ്ടും മാറും. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിലേക്ക് നമ്മൾ TV കൊണ്ട് അല്ലെങ്കിൽ ഫോണ് കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് നോക്കുക. ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വീട്ടിൽ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുക. എല്ലാവരും അത് ഫോളോ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള പ്ലാന്, അതിന് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പ്രസൻസ് ഒക്കെ വേണ്ടി വരുമായിരിക്കും. കുറച്ച് കൂടുതൽ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 വയസ്സിനോ 30 വയസ്സിനോ ഇടയിൽ ഒരു ഡിമെൻഷ്യ അല്ലെങ്കിൽ ഒരു അൽഷിമേഴ്സ് ഉള്ള ഒരു കുട്ടിയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറ്റബോധം തോന്നിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ ചേഞ്ചസ്, ആ ചേഞ്ചസ് കൊണ്ടുവന്ന് വീട്ടിലെ ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ടഫായിട്ടുള്ള ടാസ്ക് ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. കാരണം എനിക്ക് കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന 100% ഉറപ്പുണ്ട്. കാരണം ഈ പ്ലാനുകൾ ഞാൻ സാധാരണ ഇംപ്ലിമെന്റ് ചെയ്ത് പാരൻസിന് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ പ്ലാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്ലാൻ ഉണ്ടാക്കാം. ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതിനും എനിക്ക് കംപ്ലീറ്റ്ലി ഫൈനാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര പൈസ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട.
നമ്മുടെ കുട്ടികളൊക്കെ സേഫ് ആയിട്ടിരിക്കട്ടെ, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് നല്ലൊരു എൻവയോൺമെന്റിലായിരിക്കട്ടെ. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നതൊക്കെ നമുക്കും അവർക്കും ഒക്കെ ഗുണം തന്നെ ചെയ്യുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പറയുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.